സുനിത കുക്കൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ചിക്കൻ കുറുമയാണ് കേട്ടോ. അപ്പം ചിക്കൻ കുറുമ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, ഒരു 2 നുള്ള് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു, ഇളക്കി കൊടുത്തു. ഇനി ഇതാ മീഡിയം സൈസിലുള്ള 2 സബോള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. 7-8 കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു, നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. ഇനി ഒരു 8-10 പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇത്രയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഈ നിറമാകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് നരച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, ഒരു ചെറിയ ബേ ലീഫ് ചേർത്ത് കൊടുത്തു, ചെറിയ 2 കഷ്ണം പട്ട, 2 ഏലയ്ക്ക, ഒരു 2-3 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തു, നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇനി ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. നല്ലൊരു കളർ നമുക്ക് ഇതിന് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. ഇതാ കണ്ടോ, പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇത്രയും ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മളിത് അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തത് അതുകൂടി അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി തേങ്ങയുടെ 2ാം പാൽ ഒരു 2 കപ്പോളം ഉണ്ടായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് കഴുകി വെച്ച ചിക്കൻ, ഇത് ഏകദേശം 1 കിലോ ഉണ്ട് കേട്ടോ ഈ ചിക്കൻ, ഇതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വേവട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് വെക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി തുറന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കൂടുതലുണ്ട് ഗരം മസാലപ്പൊടി, ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ഈ പറഞ്ഞ മുളക് പൊടിയുടെ അളവ് നമ്മുടെ കുരുമുളക് പൊടിയുടെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അവസാനമായിട്ടില്ല നമുക്ക് കശുവണ്ടി അരച്ചത്, അത് പറയാൻ വിട്ടുപോയി. കുറച്ച് കശുവണ്ടി ഞാൻ ഒരു 8-10 എണ്ണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചൂടുവെള്ളത്തിൽ. അത് അരച്ചെടുത്താണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല കുറുമ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം, അല്ലെങ്കിൽ നമ്മുടെ കറി ചീത്തയാവും. അപ്പോൾ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയുടെ തൂക്കിയെടുത്തു. നമ്മുടെ സൂപ്പർ എന്ന് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സ്വല്പം നെയ്യ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കശുവണ്ടി നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി ഒരു നുള്ള് പെരിഞ്ചീരകം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പച്ചമുളക്, കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് ഇത് നമ്മുടെ കുറുമയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടില്ല, നല്ല സൂപ്പർ, കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ നല്ല ബെസ്റ്റാണ് കേട്ടോ. താങ്ക് യു.